ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനന്ദിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരിക്കൽ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്. യേശു ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണെന്ന് ആര് വിശ്വസിക്കുന്നു അത് അനുഗ്രഹത്തിന് കാരണമാണ് എന്ന് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവാണ്, ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. യേശുവിൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് മുഖാന്തരമാണ് യേശുവിലുള്ള വിശ്വാസം. യേശുവിൻ്റെ ദൈവമാണ്, കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. കാരണം വിശ്വാസത്തിന് ശക്തിയുണ്ട്. വിശ്വാസത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് ചോദിച്ചാൽ, യേശുവിന് എന്തുമാത്രം ശക്തിയുണ്ടോ അത്രമാത്രം ശക്തി വിശ്വാസത്തിനുണ്ട്. വിശ്വാസത്തിന് എന്തുമാത്രം ശക്തിയുണ്ടോ അത്രമാത്രം ശക്തി വിശ്വാസത്തിൻ്റെ തികവിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഉണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 21 അധ്യായം അതിൻ്റെ 22 വാക്യത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയാണ്, നിങ്ങൾ വിശ്വസിച്ചും കൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. അനേക നാളുകളായി പ്രാർത്ഥിച്ച് മടുത്തവരുണ്ട്. പ്രാർത്ഥിച്ച് നിരാശയുടെ അനുഭവത്തിലായവരുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ ദൈവസന്നിധിയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഉത്തരമാണ്, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിൽ ഉത്തരം നൽകുവാൻ ആ വ്യക്തിയുടെ വിശ്വാസത്തെ യേശു പരിശോധിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ അരികിൽ വന്ന എല്ലാ വ്യക്തികളോടും യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഇതാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും എന്ത് യാചിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും. ഇവിടെ എന്ത് എന്നുള്ളതിന് എന്തു തന്നെയായാലും അസാധ്യമെന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മേലും ദൈവം ഉത്തരം നൽകുന്ന ഒന്നാണ് ആ വ്യക്തിയുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുമാത്രം വിശ്വാസത്തിന് സ്ഥാനമുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് മടുത്തു പോയവരുണ്ട്. ഇനി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ചിലർ പറയും ഇതെൻ്റെ വിധിയാണ്. അല്ലെങ്കിൽ ചിലർ പറയും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാ, ഞാനിത് സഹിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുക, ഇത് ദൈവത്തിൻ്റെ ഒരു വിധിയാണ്. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നിരാശയോടെ, വേദനയോടെ മനസ്സിൻ്റെ ഭാരങ്ങൾ പറയുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ദൈവം ഒരു തടസ്സമല്ല. എന്നാൽ ദൈവം നോക്കുന്ന ഒരൊറ്റ കാര്യം ആ വ്യക്തിയുടെ വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. നമുക്ക് കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 24 വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുക. ഇവിടെ കർത്താവ് വിശ്വാസത്തോടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കൂടിയെന്നും വചനം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നത്
പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവം അതിന് ഉത്തരം നൽകി കഴിയുമ്പോൾ നന്ദി പറയുന്നവരാണ്. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തന്നതിനായി, നീ മറുപടി നൽകിയതിനായി, നീ അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊരിക്കലും വിശ്വാസത്തിൻ്റെ തലത്തിലുള്ള പ്രാർത്ഥനയല്ല. കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദി പറയുന്നത് അത് ഏത് വ്യക്തിയും ചെയ്യുന്ന കാര്യമാണ്. അത് വിശ്വാസമില്ലാത്തവരും ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം എന്തെങ്കിലും നൽകിയെങ്കിൽ ആ നൽകിയതിന് നന്ദി പറയുക. കർത്താവേ, നീ എനിക്ക് നൽകിയ ഈ സൗഖ്യത്തിനായി നന്ദി പറയുന്നു, നീ എനിക്ക് നൽകിയ കുഞ്ഞിനായിട്ട് നന്ദി പറയുന്നു, നീ എനിക്ക് നൽകിയ ജോലിക്കായി ഭവനത്തിനായി നന്ദി പറയുന്നു. കിട്ടിയതിന് നന്ദി പറയാൻ ആർക്കും സാധിക്കും. അത് വിശ്വാസമില്ലാത്തവർക്കും സാധിക്കും, അവിശ്വാസിക്കും സാധിക്കും, ഏത് പാപിക്കും സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിലൊരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദി പറയുകയല്ല, കിട്ടുന്നതിന് മുമ്പ് കിട്ടിയെന്ന് വിശ്വസിച്ചും കൊണ്ട് നന്ദി പറയുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു എന്നതാണ്. ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടാതെ കിട്ടിയെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതാണ് വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള നിശ്ചയവുമാണ് വിശ്വാസം. അതായത് കാണപ്പെടാത്തത് കണ്ടുറപ്പിക്കുന്നതാണ്, അർത്ഥാൽ കാണപ്പെടാത്തത് കാണുന്നതാണ് വിശ്വാസം. കാണുന്നത് സത്യമാണ്, കാണുന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമായ കാര്യമാണ്. ഞാൻ പറയുകയാണ് നിങ്ങളുടെ യേശുവാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ അത് സത്യമല്ല, പക്ഷെ വിശ്വാസമാണ്. ഞാനിപ്പോൾ കേൾക്കുന്നത് ഒരു വൈദികൻ്റെ സ്വരമാണ് എന്നുള്ളത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നത്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതായത് കാണുന്നത് സത്യമാണ്, കാണപ്പെടാത്തത് കാണുന്നതാണ് വിശ്വാസം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാണപ്പെടാത്തത് കാണുവാനുള്ള കണ്ണിനെയാണ് വിശ്വാസ കണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാണുന്നത് സത്യമാണ്, കാണുന്നത് യാഥാർത്ഥ്യമാണ്, എന്നാൽ കാണപ്പെടാത്തത് കാണുന്നതാണ് വിശ്വാസം. ഇങ്ങനെ കാണാത്ത കാര്യം കണ്ടുകൊണ്ട് എനിക്ക് കിട്ടാത്ത കാര്യം കിട്ടി എന്ന് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശു പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അതായത് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച, ഡോക്ടർമാർ ഉപേക്ഷിച്ച, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതിയ ഒരു രോഗി, ഇനി ആ വ്യക്തിക്ക് സൗഖ്യം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നാൽ ആ വ്യക്തി പറയുകയാണ്, എൻ്റെ ദൈവം, എൻ്റെ യേശു എനിക്ക് സൗഖ്യം നൽകി കഴിഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞു. ഞാനിപ്പോൾ രോഗിയല്ല, രോഗിയായിരിക്കുമ്പോൾ തന്നെ സൗഖ്യം കിട്ടിയെന്ന് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവേ, നീ എനിക്ക് നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം. ഒരു ഭവനമില്ലാത്തൊരു വ്യക്തി ഭവനമില്ലാതിരിക്കെ കിട്ടിയ ഭവനത്തിനായി നന്ദി പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, നീ എനിക്കൊരു ഭവനം തന്നിരിക്കുക, സ്തോത്രം. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല. ഡോക്ടർമാർ പറയുന്നത് ഇനി ഉദരത്തൊരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല, ഒരു വൈദ്യശാസ്ത്രത്തിനോ മരുന്നിനോ ഒരു കുഞ്ഞിനെ നൽകാൻ സാധ്യമല്ല എന്ന് ലോകം വിധി എഴുതിയിരിക്കുക. അങ്ങനെ ഒരു വ്യക്തി, എൻ്റെ ഉദരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞു, ആ കുഞ്ഞിനായിട്ട് ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ തലത്തിലുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കും, നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ. കാണാത്തത് കാണുന്നതാണ് വിശ്വാസമെങ്കിൽ കിട്ടാത്തത് കിട്ടിയെന്ന് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവേ, നീ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഇതിന് യേശു തന്നെ ചെയ്യുന്നൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ലാസറിൻ്റെ കല്ലറയുടെ മുന്നിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞാനങ്ങയെ സ്തുതിക്കുന്നു, ഞാനങ്ങയെ വാഴ്ത്തുന്നു എന്നാണ് യേശു അവിടെ പറയുന്ന വാക്ക്. അവിടെ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ആരും കാണുന്നില്ല.
യേശു പിതാവായ ദൈവത്തെ മഹത്വപ്പെടുന്നതായിട്ട് അവിടെ ആരും കാണുന്നില്ല. പക്ഷേ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നാണ്. പിതാവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കിയാൽ ഞാനങ്ങയെ വാഴ്ത്തുന്നു. ഇത് വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നാണ്. അതായത് സംഭവിക്കാൻ പോകുന്ന അത്ഭുതത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ലഭിക്കാൻ പോകുന്ന ഉത്തരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറയാണ്, നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുക. അതായത് നീ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക, നീ ലാസറിന് സൗഖ്യം നൽകിയിരിക്കുക, നീ ലാസറിനെ ഉയർപ്പിച്ചിരിക്കുക, ഞാനങ്ങ് വാഴ്ത്തുന്നു. ഇവിടെ ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം നാം അതരം കൊണ്ട് ഏറ്റുപറയുകയാണ്. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്താണ്? അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. എങ്ങനെ യാചിക്കണം? ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. എന്തുകൊണ്ടാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം? അതിൻ്റെ അടുത്ത ഭാഗം പറയാണ്, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമനാകുന്നു. കാറ്റടിച്ച് അലയുന്ന തിരക്ക് സമനാണ്. സംശയമുള്ളവന് ഒരിക്കലും ഒരു സ്ഥിരതയില്ല, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അപ്പോൾ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സംശയിക്കാതെ ചോദിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ കുറവല്ല. ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ വിശ്വാസം എന്നിലുണ്ടായിട്ടും വിശ്വാസത്തേക്കാൾ കൂടുതൽ സംശയമുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ വിശ്വാസികളാണെന്ന് അഭിമാനത്തോടെ പറയും. അത് സത്യമാണ്. ദൈവം കൃപയായി വിശ്വാസം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് വിശ്വസിക്കാനും നമുക്ക് സാധിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്നതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ സംശയമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നൊരു വാക്യമുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം. അവിടെ യേശു പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തു സത്യം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പോൾ വിശ്വാസത്തിനെതിരായൊരു പ്രവൃത്തിയാണ് സംശയം. നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്, അത് ഉറപ്പാണ്. വിശ്വാസമുള്ളതിനേക്കാൾ കൂടുതൽ സംശയമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒറ്റ വഴിയുള്ളൂ, സംശയത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയാറുണ്ടോ? സംശയത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ സംശയമുണ്ട്. സംശയത്തിൻ്റെ 2 വാക്കുകൾ ഞാൻ പറയാം. ഒന്ന്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സംശയമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഈ 2 വാക്കുകൾ പരിശോധിച്ചാൽ അറിയാം. ഒന്ന്, പക്ഷേ എന്നൊരു വാക്ക്. ഒരു വ്യക്തി വിശ്വാസിയാണെന്നൊക്കെ പറയുന്നൊരു വ്യക്തി പറയുന്നതിനിടയ്ക്ക്, സംസാരിക്കുന്നിടയ്ക്ക് പക്ഷേ എന്നൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ സംശയമുണ്ട്. കാരണം സംശയത്തിൻ്റെ ഒരു വാക്കാണ് പക്ഷേ. ഒരു പ്രായമായ അമ്മച്ചി പറയുകയാണ്, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് തീരെ സുഖമില്ല. അപ്പോൾ അമ്മച്ചിയോട് പറയുകയാണ്, അമ്മച്ചി പേടിക്കൊന്നും വേണ്ട, കർത്താവ് സൗഖ്യം നൽകും. ഇത് കേൾക്കുന്ന അമ്മച്ചി പറയുന്ന വാക്ക് എന്തായിരിക്കും? മിക്കവാറും പറയുന്ന വാക്ക്, കർത്താവ് സൗഖ്യം നൽകുമെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷേ. ഈ പക്ഷേ എവിടെ വരുന്നോ അത് സംശയത്തിൻ്റെ വാക്കാണ്. അപ്പോൾ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, വിശ്വാസത്തേക്കാൾ കൂടുതൽ സംശയമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പറയാണ്, അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് ഉന്നതമായ വിജയം ലഭിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ കുഞ്ഞോട് പറയണം, മോനെ നീ പേടിക്കൊന്നും വേണ്ട, കർത്താവ് നിനക്ക് ഉന്നതമായ വിജയം നൽകും. ഇത് കേൾക്കുമ്പോൾ ആ കുഞ്ഞ് പറയാണ്, എനിക്ക് ദൈവം വിജയം നൽകുമെന്നൊക്കെ എനിക്ക് അറിയാം, എന്നാലും ഒരു പേടി, ഒരു ഭയം.
ഈ എന്നാലും എന്നൊരു വാക്ക് സംശയത്തിൻ്റെ വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പക്ഷേ അല്ലെങ്കിൽ എന്നാലും എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സംശയത്തിൻ്റെ വാക്കുകളാണ്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സംശയമായതുകൊണ്ട് വിശ്വാസം പ്രവർത്തിക്കുന്നില്ല, വിശ്വാസം ഫലം പുറപ്പെടുവിക്കുന്നില്ല. വിശ്വാസത്തെ ഞെരുക്കുന്ന ഒരു മുൾച്ചെടിയായി സംശയം മനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുക. അതിന് പലപ്പോഴും കാരണം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മാനുഷികമായ സ്വരം കേൾക്കുന്നു, മനുഷ്യൻ്റെ സ്വരം കേൾക്കുന്നു, ലോകത്തിൻ്റെ സ്വരം കേൾക്കുന്നു, പിശാചിൻ്റെ സ്വരം കേൾക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംശയം വിതയ്ക്കും. ദൈവവചനത്തിനെതിരായിട്ട് മനുഷ്യൻ പറയുന്ന വാക്ക്, ലോകം പറയുന്ന വാക്ക്, പിശാച് പറയുന്ന വാക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് സംശയത്തിന് കാരണമായി തീരും. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസവും സംശയവും പരിശോധിച്ചാൽ സംശയമാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും, അവൻ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട്, അപ്പോൾ സംശയം ഒരിക്കലും പാടില്ല, വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ സംഭവിക്കും. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം സാധ്യമായി തീരുവാൻ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കും. അതായത് മല കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അസാധ്യമായൊരു കാര്യം സാധ്യമായി തീരുവാൻ സംശയം കൂടാതെ വിശ്വാസത്തിൻ്റെ തികവിൽ പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് അസാധ്യങ്ങൾ സാധ്യമാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക വർഷങ്ങളായി സാധിക്കാത്ത, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത, സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥിച്ച് മടുത്തുപോയ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത ചില രോഗികൾ. ചിലർ പറയും, ഈ രോഗം എന്നെ കണ്ടേ പോവുള്ളൂ, ഇതൊരു മാറാരോഗമാണ്, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്ന രോഗത്തിന് പറയുന്ന പേരാണ് മാറാരോഗം. ജീവിച്ചിരിക്കുമ്പോൾ സൗഖ്യം കിട്ടാത്ത, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട രോഗമാണ് മാറാരോഗം. ഇങ്ങനെ ഒരു ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ചിന്ത ഈ എത്ര സുവിശേഷം കേട്ടാലും, എത്ര ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടാലും, എത്ര തിരുവചനം കേട്ടാലും അവരുടെ ഉള്ളിൽ ഈ ഡോക്ടർ പറഞ്ഞ വാക്ക് കിടക്കുക, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, അതായത് ജീവിച്ചിരിക്കുമ്പോൾ സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു മനസ്സിൽ ചിന്ത കയറിക്കൂടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ആ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ സാധിക്കും? അതുകൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ലോകം പറഞ്ഞിരിക്കുന്ന, ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന, വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്ന വാക്ക്, അതിനെ ജയിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ തികവിൽ നിറയണം. അതായത് ലോകം പറയുന്ന എന്താണോ, വൈദ്യശാസ്ത്രം പറയുന്ന എന്താണോ, അതല്ല നമ്മൾ ഏറ്റുപറയേണ്ടത്. അത് അവരുടെ കണ്ടെത്തലാണ്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. എനിക്കൊരിക്കലും സൗഖ്യം കിട്ടില്ല എന്നുള്ളത് അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സത്യമല്ല, യാഥാർത്ഥ്യമല്ല നമ്മൾ പറയേണ്ടത് വിശ്വാസമാണ്. നമ്മൾ പറയേണ്ടത് വിശ്വാസത്തിൻ്റെ തോത്, വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചുള്ള പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ വിശ്വസിക്കണം, കർത്താവ് എനിക്ക് സൗഖ്യം നൽകി കഴിഞ്ഞു, അവൻ്റെ മുറിവിനാൽ, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 32:27 പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവം സർവശക്തനാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവൻ ഇന്നും ജീവിക്കുന്ന, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന, ഇന്നും രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, ഇന്ന് രോഗികളെ തൊട്ട് സൗഖ്യം നൽകുന്ന, ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ തന്നെ സൗഖ്യം കിട്ടുകയാണ്. വൈദ്യശാസ്ത്രത്തിന് നൽകാൻ കഴിയാത്ത, മരുന്നിന് നൽകാൻ കഴിയാത്ത, ലോകം അസാധ്യമെന്ന് പറയുന്ന ഏത് രോഗത്തിനും സൗഖ്യം നൽകുവാൻ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിടെ പഠിപ്പിക്കുക. അതുകൊണ്ട്
ഈ അസാധ്യമെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പിശാച് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളായിരിക്കാം. ഇനി ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഒരു സാധ്യതയില്ല, 95% സാധ്യതയില്ല. 95% സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്തയുണ്ട്, ഇനി ഒരിക്കലും അത് സാധ്യമല്ല. എന്നാൽ 5% സാധ്യത ഉണ്ട്. ഈ 5%-ത്തെ 100%-ആക്കി മാറ്റാൻ സാധിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഇത് വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതായത് നമ്മൾ കേട്ടിരിക്കുന്ന വാക്കുകൾ, മാനുഷികമായ ചില വാക്കുകൾ, അല്ലെങ്കിൽ ലോകം പറയുന്ന ചില വാക്കുകൾ, അല്ലെങ്കിൽ പിശാച് പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സംശയം വിതച്ചിരിക്കുകയാണ്. ഈ സംശയം മാറിപ്പോകാൻ ഒറ്റ വഴിയുള്ളൂ. ഈ സംശയം മാറിപ്പോകാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ മതിയായ ദൈവമാകിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ്, നീ അത്ഭുതം പ്രവർത്തിച്ചിരിക്കയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നീ എനിക്കത് ചെയ്ത് തന്നിരിക്കയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് ഒരു വ്യക്തി പറയുമ്പോഴാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. വീണ്ടും പ്രധാന വചനം പരിശോധിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുന്നൊരു സത്യമാണ്. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ, രോഗിയെ രക്ഷിക്കും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. അപ്പോൾ രോഗിക്ക് സൗഖ്യം നൽകുന്നത് ആ വ്യക്തിയുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. അതായത് വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത്, ഡോക്ടർമാർക്ക് അസാധ്യമായത്, ഇനി ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതിയ സകല പ്രശ്നങ്ങളുടെ മേലും അത്ഭുതം പ്രവർത്തിക്കാൻ ആ വ്യക്തിയുടെ വിശ്വാസത്തിന് സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന രോഗിയെ സൗഖ്യം നൽകും, രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അതായത് ഒരു മനുഷ്യന് ശാരീരികമായ രോഗത്തിന് സൗഖ്യം പ്രാപിക്കാൻ, അതായത് ശരീരത്തിന് സൗഖ്യം പ്രാപിക്കാൻ ആ വ്യക്തിയുടെ വിശ്വാസത്തിന് സാധിക്കും. മാത്രമല്ല, വർഷങ്ങളായി രോഗികളായി കിടക്കുന്ന, ശാരീരികമായി തളർന്നു കിടക്കുന്ന, മാനസികമായി തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ മനസ്സിന് സൗഖ്യം നൽകി എഴുന്നേൽപ്പിക്കുവാൻ ആ വ്യക്തിയുടെ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഇവിടെ വചനം പറയുക. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഒരു മനുഷ്യൻ, തളർന്നു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സ് തളർന്നു കിടക്കുകയാണ്. തളർന്ന മനസ്സുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും എഴുന്നേൽക്കില്ല. അപ്പോൾ മനസ്സിന് സൗഖ്യം കിട്ടുമ്പോഴാണ് ശരീരത്തിന് ജീവൻ ഉണ്ടാകുന്നത്, ശരീരത്തിന് ജീവൻ വർദ്ധിക്കുന്നത്. മനസ്സും ശരീരവുമായിട്ടൊരു വ്യക്തിയുമായി ബന്ധമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. പലരും ചോദിക്കാറുണ്ട്, മുഖത്ത് നോക്കി ചോദിക്കും, മനസ്സിന് എന്താ ഒരു വിഷമം? കണ്ടോ, മനസ്സിൻ്റെ വിഷമം മുഖത്തറിയാൻ സാധിക്കുമെങ്കിൽ മനസ്സിൻ്റെ തളർച്ചയാണ് പലപ്പോഴും ശരീരത്തിനുണ്ടാകുന്ന തളർച്ച. കർത്താവ് പറയുകയാണ്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന അവൻ്റെ മനസ്സിന് ജീവൻ നൽകും. മനസ്സ് ജീവൻ വെച്ചാൽ ശരീരം ജീവൻ പ്രാപിക്കും. പലപ്പോഴും ഞങ്ങളുടെ ഈ തളർവാദ രോഗികൾ, ഈ തളർന്നു കിടക്കുന്ന രോഗികൾ ഇനി ആയുസ്സിൽ എഴുന്നേൽക്കില്ല. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്, വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, ഇനി ആയുസ്സിൽ എഴുന്നേൽക്കില്ല. അതുകൊണ്ട് ജോലിയെല്ലാം റിസൈൻ ചെയ്ത് രോഗക്കിടക്കിൽ നിത്യരോഗിയായി കിടക്കാൻ വിധിക്കപ്പെട്ട ചില രോഗികൾ, അവരെത്ര വചനം കേട്ടാലും അവരുടെ മനസ്സിൽ ഈ ഡോക്ടർമാർ പറഞ്ഞ, ഈ വൈദ്യശാസ്ത്രം പറഞ്ഞ വാക്കുകളാണ്. ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല, ഇനി ആയുസ്സിൽ എഴുന്നേറ്റ് നടക്കില്ല. ഇങ്ങനെ ആയുസ്സിൽ എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ചില രോഗികൾ ധ്യാനം കൂടാനായിട്ട് വരും. ഇവരോട് എത്ര പറഞ്ഞാലും എത്രമാത്രം അത്ഭുതങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചാലും സുവിശേഷം പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ ഈ ചിന്തയാണ്, ഇനി ആയുസ്സിൽ ഞാൻ എഴുന്നേൽക്കില്ല, ഇനി ആയുസ്സിൽ ഞാൻ എഴുന്നേൽക്കില്ല. ഈ ചിന്ത മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ഇവർക്ക് ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവരുടെ മനസ്സിന് സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് താമസമുള്ള ധ്യാനങ്ങളിൽ ആന്തരിക സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ, അവരുടെ മനസ്സിന് സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ അവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച്, ശരീരത്തിൽ സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എത്ര സുവിശേഷം പറഞ്ഞാലും, എത്ര അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞാലും
ഈ സൗഖ്യം കിട്ടാത്ത വ്യക്തി മനസ്സിന് സൗഖ്യം ലഭിക്കുമ്പോൾ ചാടി എഴുന്നേൽക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും, കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും. അത് മനസ്സിൻ്റെ സൗഖ്യമാണ്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന മനസ്സിന് സൗഖ്യം നൽകും. അടുത്ത വചനം പറയുകയാണ്, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. പാപക്ഷമ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. അപ്പോൾ വിശ്വാസത്തോടുകൂടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ 3 തലത്തിലാണ് സൗഖ്യം. 1 ശരീരത്തിൻ്റെ സൗഖ്യം, 2 മനസ്സിന് സൗഖ്യം, 3 ആത്മാവിന് സൗഖ്യം. വചനം പറയുകയാണ്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. അത് ശാരീരികമായ സൗഖ്യം. കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും. അത് മനസ്സിൻ്റെ സൗഖ്യം. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പാപക്ഷമ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സൗഖ്യം. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ വിടുതലാണ് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വിടുതൽ നൽകുന്ന പ്രാർത്ഥനയാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും മനസ്സിൽ, ശരീരത്തിൽ, ആത്മാവിൽ തളർച്ച പ്രാപിച്ച് വിശ്വാസത്തിനെതിരായ സംശയത്തിൻ്റെ ബന്ധനത്തിലാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ എല്ലാ സംശയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ, തളർവാതരോഗിക്ക് സൗഖ്യം നൽകിയെങ്കിൽ, കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയെങ്കിൽ, മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ, ആ യേശു ഇന്നും ജീവിക്കുന്ന, ഇന്നും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സത്യദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മനസ്സ് മുഴുവൻ നിരാശ കൊണ്ട്, സംശയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല. ഇനി ഒരിക്കലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. ഇനി ഒരിക്കലും എൻ്റെ ഈ വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യതയില്ല. ഇതെൻ്റെ വിധിയാണ് എന്നോർത്ത് ഇത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കാൻ ദൈവം വിധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തിച്ച് വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു പോലെ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൻ്റെ തികവിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, അതിശയം കാണുവാൻ കർത്താവേ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ തിരുമുറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ സംശയം നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണട്ടെ. അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മേൽ ഇന്ന് ഈ നിമിഷം അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. നീ അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കാൻ സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കിയിരിക്കാൻ സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവ് അങ്ങേക്ക്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും ഇതവിടുന്ന് മാത്രം എടുക്കണം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. Everybody